നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവ സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂൺ 1 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ പോണ്ടയിലെ ശ്രീനാരായണ ഗുരു മന്ദിര സഭാ മണ്ഡപത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിൽ പ്രശസ്ത ഓങ്കോളജിസ്റ്റും തിരുവനന്തപുരം RCC ആശുപത്രിയിലെ മുൻ ക്യാൻസർ വിഭാഗം മേധാവിയുമായ ഡോക്ടർ VP ഗംഗാധരൻ റിസോഴ്സ് പേഴ്സണായി പങ്കെടുക്കും. ക്യാമ്പിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കുറച്ച് രോഗികളെ ഡോക്ടർ ഗംഗാധരൻ നേരിട്ട് പരിശോധിക്കും. ക്യാൻസർ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ ഈ ക്യാമ്പ് ലക്ഷ്യമിടുന്നു. ക്യാമ്പിൽ പങ്കെടുത്ത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഗോവയിലെ സുമനസ്സുകളോട് അഭ്യർത്ഥിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റിനും പ്രസിഡന്റ് ശശിധരൻ ഗോപാൽ, ജനറൽ സെക്രട്ടറി AN സത്യദേവൻ, ട്രഷറർ KR ബാബു എന്നിവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗോവൻ വിശേഷത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ്. ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗോവ ഹൈക്കോടതി ഡീസൽ ജനറേറ്ററുകൾ LED മത്സ്യബന്ധനവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് വിധിച്ചു. പരിശോധിച്ച മത്സ്യബന്ധന ബോട്ടുകളിൽ ഫ്രിഡ്ജ്, ഓവൻ, എയർ കണ്ടീഷണർ തുടങ്ങിയ ഉപകരണങ്ങളില്ലെന്നും DG സെറ്റുകൾ LED ലൈറ്റുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും കോടതി കണ്ടെത്തി. 2016-17 നിരോധന ഉത്തരവ് പ്രകാരം LED മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ റിപ്പോർട്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് DG സെറ്റുകൾ ആവശ്യമില്ലെന്നും മിക്കവയിലും LED ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടെന്നും വ്യക്തമാക്കി. മത്സ്യബന്ധന വകുപ്പ് DG സെറ്റുകൾ ആശയവിനിമയ ഉപകരണങ്ങൾക്കും ബാക്കപ്പ് വൈദ്യുതിക്കും വേണ്ടിയാണെന്ന വാദം കോടതി തള്ളി. മിക്ക ബോട്ടുകളിലും മാഗ്നറ്റിക് കോമ്പസോ റേഡിയോ ഉപകരണങ്ങളോ ഇല്ല. 40 ജോലിക്കാരുള്ള ബോട്ടുകളിൽ ക്രൂവിന് താമസ സൗകര്യവുമില്ല. ഈ നിരോധിത രീതികൾ തടയാൻ കർശന നടപടികൾ വേണമെന്ന് കോടതി ഉത്തരവിട്ടു. ഗോവയിലെ കൃഷി ഫാമുകളും സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും ഇനി ടൂറിസം വകുപ്പിന്റെ അനുമതിയോടെ മാത്രമേ പ്രവർത്തിക്കാവൂ. ഗോവ രജിസ്ട്രേഷൻ ഓഫ് ടൂറിസ്റ്റ് ട്രേഡ് ആക്ട് പ്രകാരം 15 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് ടൂറിസം വകുപ്പ് ഉത്തരവിട്ടു. നിലവാരം ഉയർത്താനും സുതാര്യത ഉറപ്പാക്കാനും ഈ നടപടി ആവശ്യമാണെന്ന് ടൂറിസം ഡയറക്ടർ കേദാർ നായിക് പറഞ്ഞു. പല ഫാമുകളും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ഗോവയിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും കൃഷി ഫാമുകൾ സഞ്ചാരികൾക്ക് പ്രകൃതി, സംസ്കാരം, ഭക്ഷണ അനുഭവങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നു. ഗൈഡഡ് ടൂറുകളും ഗ്രാമീണ ഹോം സ്റ്റേ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. സർക്കാർ വെബ്സൈറ്റിൽ 7 പ്രധാന തോട്ടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കൃഷി വകുപ്പിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നായിക് വ്യക്തമാക്കി. ഗോവയിലെ സംഗോലയിൽ ക്വീനി നഗറിൽ മിനി ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം 4:10 വാസ്കോയിലേക്ക് പോവുകയായിരുന്ന ടൈറ്റൻ വേർണ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത ഭാരം മൂലം ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഫ്ലൈ ഓവർ നിർമ്മാണത്തിനായി കുഴിച്ച റോഡിൽ ബസ് മറിഞ്ഞു. ബസ് കണ്ടക്ടർ ശിവ മദാർ സംഭവസ്ഥലത്ത് മരിച്ചു. പരിക്കേറ്റവരിൽ 3-4 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കൻസോളിൻ പ്രൈമറി ഹെൽത്ത് സെന്ററിലും ചിക്ലിൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസിന്റെ ദയനീയ അവസ്ഥയും അമിതഭാരവും അപകടത്തിന് കാരണമായെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഴയ ബസ്സുകൾ നിരത്തിൽ നിന്ന് നീക്കണമെന്ന് കൊറ്റാലിം MLA ആന്റൺ വാസബ് ആവശ്യപ്പെട്ടു. വെർണ പോലീസ് കേസ് അന്വേഷിക്കുന്നു. US കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് റോമൻ കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. 69-കാരനായ പ്രെവോസ്റ്റ് പോപ്പ് ലിയോ 14 എന്ന പേര് സ്വീകരിച്ചു. കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ 267ാമത്തെ പാപ്പയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. US-ൽ നിന്നുള്ള ആദ്യ പോപ്പാണ്. 1955 ചിക്കാഗോയിൽ ജനിച്ച പ്രെവോസ്റ്റ് 1977 വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. പുരോഹിതനാകാൻ തീരുമാനിച്ച അദ്ദേഹം ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിനിൽ ചേർന്നു. 1982 മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, 1987 കാനൻ ലോയിൽ ഡോക്ടറേറ്റും നേടി. 1985 മുതൽ പെറുവിൽ മിഷണറി, വികാരി, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2015 പെറുവിന്റെ പൗരത്വം സ്വീകരിച്ചു. 2023 കർദിനാളായി. ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സിന്റെ പ്രീഫെക്റ്റായും പ്രവർത്തിച്ചു. പുതിയ പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഗോവയിലെ വാഗത്തൂർ ബീച്ചിൽ സഞ്ചാരികളുടെ വാഹനം കുത്തിത്തുറന്ന മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ പിൻ ജനൽ തകർത്താണ് മോഷ്ടാവ് മൊബൈൽ ഫോൺ, വസ്ത്രങ്ങൾ, 1000 രൂപ എന്നിവ മോഷ്ടിച്ചത്. സംഭവ സമയത്ത് സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഗോവയിലെ പ്രശസ്ത ബീച്ചുകളിൽ സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന സംഭവമാണിത്. വാഹനങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കരുതെന്നും നല്ല വെളിച്ചമുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.